അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, നിലവിൽ സമാനതകളില്ലാത്ത വിഭാഗീയത കൊണ്ട് നട്ടം തിരിയുമ്പോഴും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതൊക്കെ പ്രാദേശിക തർക്കമാണെന്നാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തരമായ ഒരു ലോക്കൽ സമ്മേളനം നടക്കുന്നു. അവിടെ ഒരു ഓഫീസ് തന്നെ തുറക്കുന്നു, വിമത വിഭാഗം EMS സ്മാരകം എന്ന പേരിൽ. തിരുവല്ലയിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ നടപടിയെടുത്തെങ്കിലും പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ പരാതി ഉയർന്ന സജിമോന് വേണ്ടിയിട്ട് ഒരു വിഭാഗം വാദിക്കുന്നു. തിരുവനന്തപുരത്ത് ഇതാ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് ഒരു അംഗം പോകുന്നു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ബിപിൻ സി ബാബു നേരെ BJP-യിലേക്ക് ചേക്കേറുന്നു. കൊല്ലത്ത് ഇതാദ്യമായി ജില്ലാ സമ്മേളനത്തിനും സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പ്രതിനിധികളില്ലാതെ CPM-ന് മുന്നോട്ട് പോകേണ്ടി വരുന്നു. ഇത് VS പിണറായി കാലത്തെ പോലെ അല്ലല്ലോ ഈ വിഭാഗീയ പ്രശ്നങ്ങൾ. എന്നിട്ടും സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ഇത് പ്രാദേശിക തർക്കം മാത്രമാണ് എന്ന് ലഘൂകരിച്ച് കാണുന്നത്? അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാനാണോ? ഗോപികൃഷ്ണൻ, പാർട്ടിക്ക് എന്തു പറ്റി എന്നുള്ള താങ്കളുടെ ആമുഖം, ഇത് ഈ പാർട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഇതാണ് CPIM എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങ് ഇത്തരമൊരു ആമുഖം കൊടുത്തിട്ടുള്ളത്. ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ ജനാധിപത്യപരമായി അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന പേരിലാണ് പലപ്പോഴും അതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് 42 കൊല്ലം ഈ പാർട്ടിക്കൊപ്പം നിൽക്കുകയും ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി 2 തവണ നിന്ന മുല്ലശ്ശേരി മധുവിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരായി ഈ പാർട്ടിയുടെ സംസ്ഥാനത്താകമാനം ഉള്ളതെങ്കിൽ ഈ പാർട്ടി ഇത്തരം പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. കാരണം എന്തുകൊണ്ടെന്നാൽ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള പാർട്ടി കേഡർമാരുടെ അഭാവം ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസവും പറഞ്ഞിരുന്നു, പാർട്ടിയിൽ 8 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഇതിൽ 5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ കഴിഞ്ഞ 8 കൊല്ലത്തിനിടെ പാർട്ടി അംഗത്വം എടുത്തിട്ടുള്ളവരാണ്. സ്വാഭാവികമായും ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് അവരെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പരിമിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യയശാസ്ത്രപരമായി വർഗബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയിൽ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുകയും ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം CPM പ്രവർത്തകർക്കിടയിൽ നേതാക്കന്മാർക്കിടയിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക താല്പര്യങ്ങളും സ്ത്രീവിരുദ്ധ നിലപാടുകളും കൊണ്ട് ഈ പാർട്ടിയിലെ ചില നേതാക്കന്മാരൊക്കെ അപജയത്തിൻ്റെ വക്കിലാണെന്ന് പാർട്ടി തന്നെ തുറന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ പാർട്ടി സഖാക്കൾക്കിടയിൽ സ്വാഭാവികമായി രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തണം. പ്രത്യയശാസ്ത്ര അടിത്തറയോടുകൂടിയുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തണം. അല്ലാതെ ഈ പാർട്ടിക്ക് ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. അത് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്തമായ പാർട്ടിയിലെ ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്നുള്ളതാണോ യഥാർത്ഥത്തിലെ പ്രശ്നം, അതോ പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു രീതി എന്ന നിലയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത്? അതായത് ഇതേതെങ്കിലും ഒരു ആശയധാരയുടെ പേരിലുള്ള വിമത നീക്കങ്ങളോ അല്ലെങ്കിൽ വിമത ശബ്ദങ്ങളോ അല്ല ഈ ഉയർന്നു വരുന്നത്. എന്തൊക്കെയാ കേസ് പലതരത്തിലുള്ളതാണ്. ഞാൻ പറയുന്നില്ല അത് പണത്തിൻ്റെതാണ്, അത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്, അത് പരസ്പരം പാരവെക്കലാണ്, അത് സ്ഥാനമോഹികളുടെ പ്രശ്നങ്ങളാണ്. ഇതൊന്നും പാർട്ടി ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഒരു സമ്മേളന കാലത്ത് ഒരു ഏരിയ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടുന്ന സമാനതകളില്ലാത്ത ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവമാണ് CPM-ൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴെൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്, അതൊക്കെ പ്രാദേശിക ഘടകത്തിലെ തർക്കങ്ങളാണെന്ന് ലഘൂകരിച്ച് എങ്ങനെ കാണുമെന്നതാണ്. ഗോപികൃഷ്ണൻ, 1964 ശേഷം CPM-നുള്ളിൽ വ്യത്യസ്തവും വ്യതിരിക്തവുമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ ആശയ സമരത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ ഉത്ഭവിച്ചിട്ടുള്ള രൂപപ്പെട്ടു വന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുടെ പക്ഷമായി കേരളത്തിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു രാഷ്ട്രീയ തലവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിത്തറയും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളെ സംബന്ധിച്ചിടത്തോളം അത് CPM-ന് ആശ്വാസകരമായിട്ടുള്ള വാർത്തകളല്ല. വ്യക്തി താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും സ്ത്രീ വിഷയത്തിലും അധിഷ്ഠിതമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കേൾക്കുന്നത്. സ്വാർത്ഥ താല്പര്യത്തോടെ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഈ പാർട്ടി വിട്ടു പോകും, അതിനൊരു സംശയം വേണ്ട. അവർക്ക് ഈ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഈ പാർട്ടി ഒരു ഉപാധിയായി അവരാഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അവർ ഈ പാർട്ടി വിട്ടുപോകും. കൊഴിഞ്ഞാമ്പാറയിലെ വ്യത്യസ്തമായൊരു സംഭവമാണ്. അവിടെ ഒരു കോൺഗ്രസ് നേതാവ് CPM-നുള്ളിലേക്ക് വന്നപ്പോൾ
ഈ അടുത്ത കാലത്ത് CPM-ന് സംഭവിച്ചിട്ടുള്ള മറ്റൊരു പിശകും അതുതന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. കാരണം CPM പുറത്തു നിന്ന് വരുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന രണ്ട് കൈയും നീട്ടി കെട്ടിപ്പിടിച്ച് അവരെ പാർട്ടിയിലേക്ക് ആനയിക്കുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഇടപെടലുകൾ വർഗപരമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിൽ CPM അങ്ങനെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ വരുന്ന ആളുകളെ തഴുകുന്നതോടൊപ്പം അവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം പാർട്ടിക്ക് കേരളത്തിൽ പ്രവർത്തിച്ചു പോകണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗ സർവാധിപത്യത്തെ ആഗ്രഹിക്കുകയും ജനകീയ ജനാധിപത്യ വിപ്ലവം സ്വപ്നം കാണുകയും ചെയ്യുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഇത്തരത്തിൽ വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായി ദീർഘകാലമായി പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ആളുകൾ അത്തരത്തിൽ പ്രതിസന്ധി. ഇപ്പോൾ മുല്ലശ്ശേരി മധുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് സഖാവ് ജോയിയെക്കുറിച്ചാണ്. സഖാവ് ജോയി 90കളുടെ തുടക്കത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ സമരങ്ങളുണ്ട്, അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണ്. ആ സമരങ്ങളുടെ നേതൃനിരയിൽ നിന്ന് തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന് അടിസ്ഥാനമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനാവില്ല. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്. ശരി അസ്കർ, ഞാൻ വി ജോയുടെ ക്രെഡൻഷ്യൽസിനെ കുറിച്ചല്ല, മറിച്ച് അദ്ദേഹം ഈ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ പക്ഷം പിടിക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടാണ് ഈ മുല്ലശ്ശേരി മധുവിനെ പോലുള്ളവർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. ഏതായാലും പാർട്ടിക്ക് ഇത് എന്തുപറ്റി എന്ന തലക്കെട്ടിലെ അപാകതകൾ ആണ് അഡ്വക്കേറ്റ് അസ്കർ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഒരു അഭിപ്രായം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകൾക്കുണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം.